കള്ളിപ്പൂങ്കുയിലേ കന്നിത്തേൻകുയിലേ കാതിൽ മെല്ലെ ചൊല്ലുമോ ആവണിക്കാക്കതൻ കൂട്ടിൽ മുട്ടയിട്ടെന്നൊരു നാൾ ആവണം നീലനി പാടി പറഞ്ഞൊര കള്ളം പറഞ്ഞതെന്തേ കള്ളിപ്പൂങ്കുയിലേ കന്നിത്തേൻകുയിലേ കാതിൽ മെല്ലെ ചൊല്ലുമോ. ഹായ് മക്കളെ, എല്ലാ മക്കൾക്കും അമ്മയുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോഴേ എല്ലാവരും രാവിലെ ചായ ഒക്കെ കുടിച്ചോ? അമ്മ രാവിലെ ചായ കുടിക്കാനായിട്ട് ആ ചായ ഇട്ട് കൊണ്ടുവന്നതാണ്ടേ. ചായ, ചൂട് ചായ കുടിക്കാൻ പോവുക. എല്ലാവരും ചായ ഒക്കെ കുടിച്ചോ? അമ്മ എന്നിട്ട് ഇതാ ഇവിടെ വന്ന് ചായ ഇട്ട് അവിടെ വന്ന് ഇരിക്കുകയാണ്. നമുക്ക് ചായ കുടിക്കാം. അപ്പോഴേ മക്കളെ, അമ്മ രാവിലെ കാപ്പിയൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു. അമ്മയ്ക്ക് ചെറിയൊരു തലവേദനയായിരുന്നു. അപ്പം അമ്മ ഉച്ചത്തേക്കുള്ള ചോറ് അമ്മയുടെ അമ്മ കൊടുത്തു വിട്ടിട്ടുണ്ട്. ചോറ് കറിയൊന്നും അവിടെ ഇല്ലായിരുന്നു. പിന്നെ രാവിലെ അമ്മ ഉണ്ടാക്കിയ കടലക്കറി ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് കുറച്ച് കടലക്കറി കഴിക്കാം. കടലക്കറി പിന്നെതാ അമ്മ വീട്ടിൽ ഇന്നലത്തെ അയലക്കൂട്ടാൻ ഇതുണ്ടേ, അയലക്കറി. അപ്പം നമുക്ക് ഈ അയലക്കറി കൂടെ കൂട്ടാം. കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം. ഉണ്ടാക്കണ്ട അയലക്കൂട്ടാനും കടലക്കറി. എല്ലാവരും ചോറൊക്കെ കഴിച്ചോ? അപ്പം അമ്മ ആദ്യം നമുക്ക് ഈ അയലക്കൂട്ടാൻ കൂട്ടി കഴിച്ചു നോക്കാം. കൊള്ളാം, നല്ല രുചിയുണ്ട്. എല്ലാ മക്കളും ചോറൊക്കെ കഴിച്ചോ? അപ്പം അമ്മ കഴിക്കട്ടെ. അപ്പോഴേ മക്കളെ, അമ്മ കുറച്ച് തലയത്തേക്കുള്ള എണ്ണ കാച്ചുവാണേ. അപ്പം അമ്മ അതിനായിട്ടുള്ള സാധനങ്ങൾ ഇന്നലെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കയ്യൂന്നി, കറിവേപ്പില, തുളസി ഇല, ഞവരി ഇല, പിന്നെ നമ്മുടെ കേശവർദ്ധിനി എന്ന് പറയുന്നൊരു ഇതുണ്ടല്ലോ, മുടി വളരുന്ന അത്, ഇതെല്ലാം കൂടെ അമ്മ നല്ല ചെമ്പരത്തിപ്പൂ ഇത്രയും കൂടെ നല്ലോണം, ചുമന്ന ചെമ്പരത്തിപ്പൂ ഇത്രയും കൂടെ നല്ലോണം അരിച്ച് അതിൻ്റെ നീരെടുത്ത് വെച്ചേക്കുക. അപ്പോൾ അമ്മതായ വെളിച്ചെണ്ണ മേടിച്ചിട്ടുണ്ട്. മില്ലിൽ നിന്നാണ് വെളിച്ചെണ്ണ മേടിച്ചിട്ടുള്ളത്. എന്താ ആട്ടുമില്ലിൽ നിന്ന് നല്ല ശുദ്ധിയായ വെളിച്ചെണ്ണ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ കാച്ചാം. നമ്മൾ ചൂടായ ആ ചട്ടിയിലോട്ട് നമുക്ക് നമ്മുടെ അരച്ചെടുത്ത മിശ്രിതം ഉണ്ടല്ലേ, എണ്ണയ്ക്കുള്ള, അതങ്ങോട്ട് അമ്മ ഒഴിക്കുവാണ്. ഒഴിച്ചതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് വെന്തൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് എണ്ണ ചേർക്കാം. കണ്ട നല്ല അരിച്ച് തരിയായിട്ടെടുക്കുക, അതിനകത്ത് ഒന്നുമില്ല. കണ്ട നമുക്കതങ്ങോട്ട് നല്ലോണം തോനെയും കയ്യൂന്നി, കേശവർദ്ധിനി, നമ്മളെ തുളസി ഇല, ഞവരി ഇല, പിന്നെ നമ്മുടെ കറിവേപ്പില, ഇത്രയും ചെമ്പരത്തിപ്പൂ, ഇത്രയാണ് നമ്മൾ ഇതിന് ചേർത്തേക്കുന്നത്. അപ്പോൾ നമുക്കിത് ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ. കുറുകി വന്നതിന് ശേഷം നമുക്ക് പെട്ടെന്ന് കുറുകിയതിന് ശേഷം നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ചേർക്കാം. ഈ എണ്ണ കാച്ചോളം അപ്പോൾ നമ്മൾ എണ്ണ കാച്ചാനുള്ള മിശ്രിതം നല്ല തിളച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകിയിട്ട് നമുക്കിതിലോട്ട് നല്ല നാടൻ വെളിച്ചെണ്ണ, മില്ലിൽ നല്ല വെളിച്ചെണ്ണയാണ്, നല്ല മണമുണ്ട്. ആ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം ഇനി നമുക്ക് കൈ വിടാതെ വേണം ഇത് ഇളക്കാൻ. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം അമ്മ ഇത് എല്ലാം ഇളക്കി എണ്ണയൊന്ന് കുറുക്കിയെടുക്കട്ടെ. കുറേ നേരം ഇളക്കണം, നല്ലോണം ഇളക്കിയെടുക്കണം. അമ്മ ഇത് ഇളക്കി കാച്ചിയതിന് ശേഷം കാണിച്ചു തരാം. നമ്മളതാ എണ്ണ തിളച്ച് ഇനി അത് കുറുക്കി നമുക്ക് എടുക്കണം. എണ്ണ കരിയാൻ പാടില്ല. അതിൻ്റെ സത്തെല്ലാം ഇറങ്ങി എണ്ണ നല്ല ഇതെല്ലാം അടിയിൽ നല്ലോണം ചെറുതായിട്ടൊന്ന് മൂത്ത്, ഒരുപാട് മൂക്കരുതെണ്ണ, ചെറുതായിട്ട് അതിൻ്റെ സത്തെല്ലാം ഇറങ്ങി എണ്ണയൊക്കെ മേടിൽ തെളിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഇളക്കണം, നല്ല ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ എണ്ണയൊക്കെ നല്ല മേളിൽ തെളിഞ്ഞ് വന്ന് കൊന്തൊക്കെ അടിയിൽ പോയി എണ്ണയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ 1 സ്പൂൺ ജീരകവും 1 സ്പൂൺ ഉലുവയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിത് നല്ല ആറിയതിന് ശേഷം, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് ആറിയതിന് ശേഷം
നമുക്ക് അരിച്ച് കുപ്പിയിലാക്കി വെക്കാം. നല്ല മണമുണ്ട് കേട്ടോ, സൂപ്പർ മണം. ദാ കണ്ടോ കണ്ടോ, അടിപൊളി മണം. ദാ സൂപ്പർ മണം. കുപ്പിയിലാക്കി കാണിക്കാം കേട്ടോ. അപ്പോഴേ നമുക്ക് നമ്മൾ എണ്ണയൊക്കെ കാച്ചി കുറച്ച് വേറെ കുപ്പിയിലാക്കി, അതിൽ കുറച്ച് ഒരു കുഞ്ഞു കുപ്പിയിലാക്കി. അപ്പം നമുക്ക് തുറന്ന് നോക്കാം. നല്ല മണമുണ്ട്, നല്ല സൂപ്പർ മണം, അടിപൊളി എണ്ണയാണ്. അപ്പം നമുക്ക് കുറച്ച് തലയിൽ തേച്ചിട്ട് കുളിക്കട്ടെ. തലയിൽ കുറച്ച് തേക്കാം. ഇതാ കണ്ട, നമുക്ക് തലയിൽ തേക്കാം. അപ്പോഴേ മക്കളെ എല്ലാവരും 4 മണിക്ക് ചായ ഒക്കെ കുടിച്ചോ? അപ്പം ഇന്ന് 4 മണിക്ക് അമ്മ ചായ കുടിക്കുന്നില്ല. അമ്മ 2 മുട്ട പുഴുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് 2 മുട്ട പുഴുങ്ങി കഴിക്കാൻ കൊതി വന്നു. അങ്ങനെ വരാണ്ട് നല്ല ചൂടുണ്ട്. ഒരെണ്ണം പൊളിച്ചൊന്ന് ഒരെണ്ണം പൊളിക്കണം. നല്ല ചൂടോട് 2 മുട്ട. അപ്പം മുട്ട കഴിക്കട്ടെ. എല്ലാവരും 4 മണിക്ക് ചായ കുടിച്ചോ? ചില ദിവസങ്ങളിൽ 4 മണിയാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നും. ചില ദിവസങ്ങൾ കഴിക്കണ്ട. ഇന്ന് മുട്ടയാണ്. നല്ല ചൂടുണ്ട്. ഞാൻ 4 മണിക്ക് ചായ കുടിച്ചു. അപ്പം ചൂട് മുട്ട. അപ്പോഴേ മക്കളെ ഇതാ അപ്പുറത്തെ കൊച്ചിൻ്റെ പിറന്നാളായിരുന്നേ. അപ്പോഴിതാണ്ട് കേക്കും അടപ്പായസം രണ്ടും കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പുറത്തെ കൊച്ചിൻ്റെ പിറന്നാളായിരുന്നു. അപ്പം അമ്മ പായസം കുടിക്കാൻ ആകട്ടെ, അടപ്പായസം ആകട്ടെ. കൊള്ളാം. കേക്കും ഉണ്ട് കേട്ടോ, ചൂട് പായസം. പൂർണ്ണചന്ദ്രൻ സൂപ്പറായിട്ടുണ്ടല്ലേ. നല്ല കാറ്റുമുണ്ട്. നല്ല പൂർണ്ണചന്ദ്രനെ നോക്കിയിരുന്ന് ഇങ്ങനെ പായസം കുടിക്കണം. അടിപൊളിയാണ്. അപ്പോഴേ മക്കളെ എല്ലാവരും രാത്രി ആഹാരമൊക്കെ കഴിച്ചോ? അമ്മ രാത്രി ആഹാരം കഴിക്കുകയാണ്. അമ്മ താണ്ടി അരിയുടെ ഉറട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ, അരി ഉറട്ടി. അപ്പം അരി ഉറട്ടിയും കടലക്കറിയും. കണ്ടോ, നമുക്ക് കടലക്കറി അരി ഉറട്ടിയുടെ പുറത്തോട്ട് ഒഴിക്കാം. കണ്ടോ, കടലക്കറി അരി ഉറട്ടി. എന്നിട്ട് നമുക്ക് അരി ഉറട്ടി കഴിക്കാം. എല്ലാവരും രാത്രി ആഹാരമൊക്കെ കഴിച്ചോ? നല്ല രുചിയുണ്ട്. അപ്പം അരി ഉറട്ടിയും കടലക്കറിയും ഇതാണ് രാത്രിത്തെ അമ്മയുടെ ആഹാരം. ഇപ്പോൾ ആഹാരം കഴിക്കുകയാണ്. എല്ലാ മക്കളും രാത്രി ആഹാരം കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പം എല്ലാ മക്കളും അമ്മയുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അമ്മ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.